ഇത്ര ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? ഒരു ന്യൂ കമർ എന്നുള്ള നിലയിൽ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കരുതാണ് അതിനെ. ഇവരുടെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഒരു ഫുൾ പാക്കേജ് പോലെ കിട്ടിയല്ലോ, എല്ലാവരെയും ഒന്നിച്ച് അവരുടെ കൂടെ ഒക്കെ ആക്ട് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ചെറുതായിട്ടിപ്പോൾ ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ, ഇനി അവസരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ചാൻസ് തന്ന ബേസിൽ ജോസഫ് പ്രൊഡക്ഷൻസിനോടും അതുപോലെ തന്നെ ഡോക്ടർ ആനന്ദസ് പ്രൊഡക്ഷനോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡയറക്ടർ അരുൺ ചേട്ടൻ, പിന്നെ പോൾസൻ ചേട്ടൻ റൈറ്റർ, പിന്നെ എല്ലാവരോടും കംപ്ലീറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂവിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് അഭിനയിക്കാൻ പറ്റിയതിൽ. ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ നിന്ന് സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഈ ഷാൻ റഹ്മാൻ വിനീത് കോംബോ ആണോ ടോവിനോ ബേസിൽ കോംബോ ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അയ്യോ, അതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണല്ലോ. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. എന്നാൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അങ്ങനെ ചോദിക്കല്ലേ. സെറ്റില് ടോവിനോ ചേട്ടനെ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. നമുക്ക് ആകെ ഒരു 2 days എങ്ങാണ്ട് ടോവിനോ ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. ബാക്കി ബേസ്ലൈറ്റിനെ പരിചയപ്പെടാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയിലെ ഏറ്റവും വലിയൊരു ഒരു ഹാപ്പിനെസ് ആയിട്ട് വിചാരിക്കുന്നത്. അതുപോലെ വിനീതേട്ടനെ ആണെങ്കിലും അവരൊക്കെ നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ആൾക്കാരുടെ കൂടെ നേരിട്ട് അഭിനയിക്കാൻ പറ്റുക. ബേസിലായിട്ട് നമ്മൾ ഈ ഇൻ്റർവ്യൂലൊക്കെ കാണുന്നത് അതുപോലെ എപ്പോഴും ഫൺ ആൻഡ് ചില്ലാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു നമ്മൾ ഇൻറ്റിമിഡേറ്റഡ് ആവില്ല പുള്ളിയുടെ അടുത്ത്. പുള്ളി ഇങ്ങനെ നമ്മൾ ഭയങ്കര കംഫർട്ട് ആക്കും. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ബേസിലായിട്ട് പരിചയപ്പെടാൻ പറ്റിയെന്നുള്ളത് ഞാൻ വലിയൊരു കാര്യമായിട്ട് കണക്കാക്കുകയാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട്. ഇനിയും അവസരങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. വിനീതേട്ടനും നൈറ്റ് ഷൂട്ടിൽ 2-3 ദിവസം കിട്ടിയുള്ളൂ. അപ്പോഴൊക്കെ സംസാരിച്ചായിരുന്നു. വിനീതേട്ടൻ ഷാനിക്കയാണെങ്കിലും പെട്ടെന്ന് കമ്പനിയാവും. ഷാനിക്ക പറഞ്ഞില്ലേ മറ്റേ ചിക്കൻ ലെഗ് പഫ്സ്, അതൊക്കെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു നമ്മുടെ അടുത്ത്, അത് കഴിച്ച് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ട് മൂവി? എങ്ങനെയുണ്ട്? ടോവിനോയുടെയും ബേസിലിൻ്റെയും കോംബോ എങ്ങനെയുണ്ട്? അവരൊരു സിനിമ കോമഡി സാധനമാണല്ലോ, കോമഡി ആണല്ലോ മൂവി. വർക്കായോ ശരിക്കും? ഒരു 100 കോടി തൂക്കുമോ? 100 കോടി തൂക്കുമോ? എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി ഇത്ര ആൾക്കാരുടെ സിനിമ കണ്ടപ്പോഴത്തേക്ക്? തിയേറ്റർ റെസ്പോൺസ് കാണാൻ കൂടി വേണ്ടിയിട്ടായിരുന്നു വന്നത്. റിവ്യൂവിന് നേരത്തെ കണ്ടിട്ട് നമുക്ക് ക്രൂവിനൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അതല്ലല്ലോ അതിനകത്തെ ഫൈനൽ വേർഡിക്റ്റ്. ഓരോ സീനിനും ഓരോ കോമഡിക്കും ഓരോ പഞ്ചിനും ഒക്കെ കയ്യടി വീണപ്പോൾ ഭയങ്കര സന്തോഷം. അത്ര തന്നെ. ടോവിനോയും ബേസിലും നമ്മളുടെ കോംബോ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ പോലും അവരുടെ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ അവരുടെ ഷൂട്ടിംഗ് എക്സ്പീരിയൻസും എല്ലാം ഒന്ന് പറയാമോ? ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഓൾറെഡി ഈ സിനിമയിൽ നമുക്ക് വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ ഓൾറെഡി ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു സെറ്റ്. പിന്നെ പറഞ്ഞ പോലെ കൂടുതലും സ്റ്റുഡൻസ് യൂത്തിൻ്റെ കൂടെ ആയിരുന്നു. ഫിസാറ്റ് ക്യാമ്പസിനകത്തായിരുന്നു നമ്മുടെ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത്. ഷൂട്ട് വാസ് ഓൾറെഡി ഫൺ. ചിലപ്പോൾ അത് റിഫ്ലക്റ്റഡ് ആയിട്ടുണ്ടാവും. ടീം അടിപൊളിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഇത്ര ആൾക്കാരോട് കണ്ടപ്പോൾ? അടിപൊളിയായിരുന്നു. ടു വാച്ച് ഇറ്റ് വിത്ത് എവരിബഡി. എല്ലാവരുടെയും റിയാക്ഷൻസ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. ഫസ്റ്റ് മൂവിയാണ്? അല്ല, എൻ്റെ മലയാളത്തിലെ ഫസ്റ്റ്. ഈ ടോവിനോയും ബേസിലും തമ്മിലുള്ള കോംബോ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ള. അപ്പം അവരുടെ ഉള്ള സിനിമ എക്സ്പീരിയൻസും അതുപോലെ തന്നെ മൂവിയിലും എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റിൽ ബേസിൽ ചേട്ടൻ സോ ഫൺ ടു വർക്ക് വിത്ത്. ആൻഡ് ടോവിനോ ചേട്ടനോട് എനിക്കൊരു ചെറിയ സീനുണ്ട്, അതിനകത്തും വെരി നൈസ് വാസ് ടു വർക്ക് വിത്ത് ഹിം. ആൻഡ് രണ്ടുപേരും കട്ടയ്ക്ക് മാനേജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് യു ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. തോന്നുന്ന ഫീഡ്ബാക്ക് എന്താണെങ്കിലും അത് പറയുക. നമ്മൾ സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്, കണ്ടിട്ട് നിങ്ങൾ പറയുക. സോറി, കണ്ടല്ലേ പടം? അപ്പോൾ ഞാനിപ്പോൾ ഈ സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അത് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാത്തരം ഏത് ജനറേഷനും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആളുകൾ കണ്ടിട്ട് എന്താ വെച്ചാൽ പറയട്ടെ, അതിന് വെയിറ്റ് ചെയ്യുന്നു. ഞങ്ങൾ ഫീഡ്ബാക്കിന് വെയിറ്റ് ചെയ്യുന്നു.